ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ രുചിയേറിയ ഒരു നാടൻ ഏത്തപ്പഴം ഇട്ടൊരു പുളിശ്ശേരി ആയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നമുക്ക് നോക്കിയാലോ? ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. പിന്നെ കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്, അതേപോലെ തന്നെ പച്ചമുളകും, ഒരു 2 പഴുത്ത ഏത്തപ്പഴം എടുക്കുക. ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ മൺചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. കൂടെ കുറച്ച് ഉലുവയും, അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും ഇട്ട് ഇളക്കി കൊടുക്കണം. ലേശം ഉപ്പും ചേർക്കണം കേട്ടോ. കൊച്ചുള്ളി കുറച്ച് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക. കൂടെ കീറി വെച്ച് 2 പച്ചമുളകും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ചെറിയൊരു പച്ചമണം മാറുന്നിടം വരെ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു 5 മിനിറ്റ്. ഈ സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു അരപ്പുണ്ടാക്കാം. ഇനി നമുക്ക് ഒന്ന് അടപ്പ് തുറന്ന് നോക്കാം. ഇതുപോലെ ചെറുതായി ഒന്ന് വെന്ത് വരണം. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം, ഈ അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് തൈര് ചേർക്കാം. പിന്നെ നമ്മൾ ഈ തൈര് ചേർക്കുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേന് കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് ഈ തൈര് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനിയും ഒരുപാട് തിളയ്ക്കേണ്ട, ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. കൂട്ടത്തിലൊരു മീൻ വറുത്തതും കൂടെ ഇട്ട് അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഒപ്പം കമന്റും ലൈക്കും ചെയ്യണേ. താങ്ക്